ഹലോ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഓഡോയിൽ ജേണൽ എൻട്രീസ് അല്ലെങ്കിൽ ജേണൽ വൗച്ചർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്, പക്ഷേ അതിൽ കുറച്ച് കാര്യങ്ങൾ കൂടെ വരുന്നുണ്ട് ഓഡോൻ്റെ കേസിൽ. അതിനായി നമുക്ക് ഫസ്റ്റ് അക്കൗണ്ടിങ് മൊഡ്യൂൾ ഓപ്പൺ ചെയ്യാം. അക്കൗണ്ടിങ് മൊഡ്യൂൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഡാഷ്ബോർഡ് ഇവിടെ വരുന്നുണ്ട്. മേലെ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ മെനുവിൽ ജേണൽ എൻട്രീസ് കാണാം. ജേണൽ എൻട്രീസ് ഓപ്പൺ ചെയ്യുക. ഇവിടെ നമുക്ക് പോസ്റ്റഡ് ആയിട്ടുള്ള എല്ലാ ജേണൽ എൻട്രീസും കാണാൻ പറ്റും. അതിൽ ഇൻവോയ്സുകളുണ്ട്, ബില്ലുകളുണ്ട്, എല്ലാത്തിൻ്റെയും ജേണൽ എൻട്രി കാണിക്കുന്ന ഒരു സ്ക്രീനാണിത്. അപ്പോൾ പുതിയൊരു ജേണൽ എൻട്രി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ന്യൂ ക്ലിക്ക് ചെയ്യുക. ദെൻ റെഫറൻസ് എന്നുള്ളിടത്തിൽ നെറേഷനാണ് കൊടുക്കേണ്ടത്. നെറേഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടലി ഉള്ള നെറേഷൻ. ആ ഒരു പർട്ടിക്കുലർ ജേണൽ എൻട്രിക്ക് എന്താണ് നമ്മൾ നെറേഷൻ കൊടുക്കുന്നത് അത് ആ രീതിയിൽ കൊടുക്കാം. ഇപ്പോൾ ഒരു റെൻറ്റ് പേ ചെയ്തതാണെങ്കിൽ ഞാൻ ഡയറക്റ്റ് എക്സ്പെൻസിലേക്കാണ് ബുക്ക് ചെയ്യുന്നത്. റെൻറ്റ് എക്സ്പെൻസസ് സേ ഓഗസ്റ്റ് 2025 ഇങ്ങനെയാണ് എൻ്റെ നെറേഷൻ കൊടുക്കുന്നത്. ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ജേണൽ കൊടുത്തിട്ടുണ്ട്. ഈ ജേണൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ മിസലേനിയസ് ഓപ്പറേഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ജേണലിൻ്റെ ബേസിലാണ് വൗച്ചർ നമ്പർ ഇവിടെ ജനറേറ്റ് ആവുക. ദെൻ ഇവിടെ ആഡ് എ ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യാം. ഞാനിവിടെ റെൻറ്റ് സെർച്ച് ചെയ്ത് നോക്കുകയാണ്. ഇപ്പോൾ റെൻറ്റ് വന്നിട്ടുണ്ട്. ഇത് എക്സ്പെൻസ് അക്കൗണ്ടാണ്. ഈ എറോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് എക്സ്പെൻസ് അക്കൗണ്ട് ആണോ ഏതോ ടൈപ്പ് എന്നുള്ളത് കാണാൻ പറ്റും. ദെൻ പാർട്ട്ണർ എന്നുള്ളത് നമുക്കിപ്പോൾ ആവശ്യമില്ല. ലേബലിൽ നമുക്ക് വേണമെങ്കിൽ ഈ ലൈനിലേക്ക് വേണമെങ്കിൽ ഒരു നറേഷൻ കൂടെ കൊടുക്കാം. ദെൻ ഇവിടെ കോസ്റ്റ് സെൻറ്റർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ കോസ്റ്റ് സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ഫുൾ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ഡെബിറ്റിൽ ഞാനിവിടെ ഒരു 500 കൊടുക്കുകയാണ്. ദെൻ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ താഴെ അത് ക്യാഷ് ആണോ ബാങ്ക് ആണോ എന്ന് നമുക്കിവിടെ കൊടുക്കാം. ഞാൻ ബാങ്ക് കൊടുക്കുകയാണ്. ബാങ്കിൻ്റെ സൈഡിൽ നമുക്ക് 500 ക്രെഡിറ്റും ആയിട്ടുണ്ട്. ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ എന്തെങ്കിലും അറ്റാച്ച്മെൻറ്റ് ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിൽ റൈറ്റ് സൈഡിലൂടെ ഒരു പിന്നിൻ്റെ സിമ്പിൾ കണ്ടോ, ഇവിടെ നമുക്കത് അറ്റാച്ച് ചെയ്ത് വെക്കാം. എന്തെങ്കിലും കമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് നോട്ട് ചെയ്ത് വെക്കാൻ പറ്റും, അങ്ങനെ ലോഗ് ചെയ്ത് വെക്കാം. അതുപോലെ അതർ ഇൻഫോയിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് വെക്കാം ഫോർ ദ റെഫറൻസ്. ഇങ്ങനെയാണ് ഒരു സിമ്പിളായിട്ടുള്ള ജേണൽ എൻട്രി ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിപ്പോൾ ഡ്രാഫ്റ്റിലാണല്ലോ, ഇത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് ഇതിൻ്റെ വൗച്ചർ നമ്പർ നമുക്കിവിടെ കിട്ടുക. ഈ വൗച്ചർ നമ്പറിൻ്റെ സീക്വൻസ് ഒക്കെ ഈ ജേണലിനനുസരിച്ചിട്ടാണ് സെറ്റ് ചെയ്ത് വെക്കുന്നത്. പിന്നെ നമുക്ക് ഇത്രയും ഡീറ്റെയിൽസാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിനെ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റീസെറ്റ് ഡ്രാഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും അത് എഡിറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ എൻട്രീനെ റിവേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിവേഴ്സ് എൻട്രി കൊടുക്കാം. ഇത്രയൊക്കെയാണ് നമ്മുടെ ജേണൽ എൻട്രി ക്രിയേറ്റ് ചെയ്യുന്നതിൽ ബേസിക്കായിട്ട് വരുന്ന കാര്യങ്ങൾ. നമ്മൾ ചെയ്ത ഡീറ്റെയിൽസൊക്കെ ഇവിടെ കാണാൻ പറ്റും. ആരാണ് ക്രിയേറ്റ് ചെയ്തത്, എപ്പോഴാണ് ക്രിയേറ്റ് ചെയ്തത്, എന്തൊക്കെ ഡീറ്റെയിൽസ് അതിൽ വന്നിട്ടുണ്ടെന്നൊക്കെ ഉള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും. താങ്ക് യു.